പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന അരിങ്കൊലകൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാവും. വെഞ്ഞാറമ്പൂട് മാത്രമല്ല, വടക്കോട്ട് തൃശ്ശൂരൊക്കെ ഉണ്ടെന്ന്. കുറേ പേരെ കൊന്നു തള്ളുക എന്നൊരു സിസ്റ്റം വന്നു. എനിക്കതിനേക്കാളൊക്കെ വിഷമം, തിരുവനന്തപുരത്ത് 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞ് സ്വന്തം അനിയത്തിയോട് ഒന്ന് സംസാരിച്ച് പെൻസിൽ കിട്ടാത്തതിന് ആത്മഹത്യ ചെയ്തു. ശുചിമുറിയിൽ കയറി ഷാള് കഴുത്തിൽ കുരുകിയാണ് അവൾ ആത്മഹത്യ ചെയ്തത്. നമ്മൾ ഈ വന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം ചേഞ്ച് ചെയ്തില്ല എങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ വരും തലമുറയാണ്. 1. 2, വെഞ്ഞാറമൂട്ടിലെ സംഭവത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് സോഷ്യൽ അയക്കുന്നൊരു സാധനമുണ്ട്, ഇമോഷണൽ അയക്കുന്നൊരു സാധനമുണ്ട്. ആ പയ്യന്, അതായത് 22-23 വയസ്സുള്ള പയ്യന്, അവന് സോഷ്യൽ ഐക്യമില്ല, ഇമോഷണൽ ഐക്യമില്ല. ഇത് ഞാൻ എന്നും കുറ്റപ്പെടുത്തുന്നത് അധ്യാപകരെ തന്നെയുള്ളൂ. കുട്ടികൾ അവരുടേതായ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുത്ത് വളരാൻ നമ്മൾ പഠിപ്പിക്കണം. പിന്നെ 2, ഇത്രയും അരുങ്കൊല ചെയ്തിട്ട് അടുത്ത് നിന്ന് ഒറ്റ വീട്ടുകാർക്ക് പോലും ഈ ഒരു കരച്ചിൽ പോലും കേൾക്കാൻ സാധിക്കാതെ അത് ആ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് അപ്പുറത്തെ വീട്ടിലുള്ളവരെ അറിഞ്ഞുകൂടാ എന്നാണ് അർത്ഥം. 10 കിലോമീറ്റർ നടന്നുപോയി പഠിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിൻ്റെ ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ അറിയാം പരസ്പരം. കണ്ടാൽ അറിയാം, കേട്ടാൽ അറിയാം. മണ്ണന്തല വെച്ച് ബൈക്ക് ഓടിച്ചു പോകുന്ന കണ്ടെന്നൊക്കെ പറയുന്നു. ആ പയ്യൻ സ്വന്തം സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ തലയ്ക്കടിച്ച് കൊല്ലുക, ജന്മം കൊടുത്ത അമ്മയെ കൊല്ലുക, ജന്മം നൽകിയ പിതാവിൻ്റെ മാതാവിനെ കൊല്ലുക, അനുജനെ കൊല്ലുക, സ്വന്തം അനുജനെ. അങ്ങനെ ചിന്തിക്കാനേ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം ചേഞ്ച് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ വിദ്യാഭ്യാസ സിസ്റ്റം കുട്ടികളെ നോവിപ്പിക്കാതെ, കുട്ടികളെ തൊടാതെ അവരെ അങ്ങ് വളർത്തിക്കൊണ്ടുവരിക എന്ന് ചിന്തിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പോക്ക് നമുക്കൊരു അപകടത്തിലേക്കാണ്. പിന്നെ അടുത്തതൂടെ പറയാം, അധ്യാപകരോട് പറയാം, സമൂഹത്തോട് പറയാം, വീട്ടുകാരോടും പറയാം. ഇന്ന് വരുന്ന ഈ മയക്കുമരുന്നിൻ്റെ വലിയ ശക്തിയുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇത് വലിയ മാഫിയ സംഘത്തിൻ്റെ ശക്തിയാണ്. MDMA പോലുള്ള പദാർത്ഥങ്ങൾ, കഞ്ചാവ് കുറച്ചുകൂടെയൊക്കെ മൈൽഡാണ്, പക്ഷേ MDMA മൈൽഡല്ല. കഞ്ചാവിനൊക്കെ താഴെയാണ് കള്ള്, അതും സാരമില്ല, അത് കുടിക്കണമെന്നല്ല ഞാനീ പറഞ്ഞേ. അതിനേക്കാൾ ഇൻടോക്സിയേഷൻ കിട്ടുന്ന സാധനങ്ങളുണ്ട്. അതിനേക്കാൾ 5 പൈസ പോലും കൊടുക്കാതെ ഇൻടോക്സിയേഷൻ കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടും. അത് ഇങ്ങോട്ട് മാറ്റി വച്ചേക്കാം. ഇത് നിയന്ത്രിക്കാൻ നമ്മുടെ അധ്യാപകർക്ക് സാധിച്ചില്ലെങ്കിൽ, അധ്യാപകരെ നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ കൈ. ഈ ലോകത്തിൻ്റെ കൈയാകുന്ന നമ്മുടെ കൈയുടെ വെട്ടും എന്നത് നമ്മൾ കണ്ടതാണ്. അധ്യാപകൻ്റെ കൈവെട്ടിയ ശിഷ്യസമ്പത്തിൻ്റെ സമൂഹമാണ് ഈ ലോകം. അതുകൊണ്ട് ഇനിയും നമ്മുടെയൊക്കെ കൈ മുറിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യത്വം എന്തെന്നും മനുഷ്യത്വത്തിൻ്റെ സംസ്കാരം എന്തെന്നും കരിക്കുലം എഴുതുന്നവർ എഴുതി വെക്കുക. കുഞ്ഞുങ്ങളെ വീട്ടിലിട്ട് അടച്ചുപൂട്ടി കൂവമണ്ടൂക ബുദ്ധികളാക്കാതെ 10 വീടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും, വലത്തോട്ടും ഇടത്തോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഉള്ള 10 വീടിനെയെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ വാളെടുക്കാൻ നമുക്ക് തോന്നൂല. അമ്മയുടെ തേങ്ങലിൻ്റെ വിഷമമറിയാത്ത ആളുകളോട്, അല്ലെങ്കിൽ ഈ തലമുറയോട് ഞാനെന്ത് പറയാൻ? ബൈബിളിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ തലമുറയോട് എന്തു പറയാൻ? ചന്തസ്ഥലത്തിരുന്ന് കുഴലൂന്ന കുട്ടികളെ പോലെ ഞാൻ ഓമിക്കണോ എന്നൊരു ചോദിക്കുന്നൊരു വാക്കുണ്ട്. കൈവിട്ട് പോകരുത്. ഇന്നത്തെ യുവജനത്തോട് ഞാൻ പറയണം, തച്ചുടയ്ക്കാനും തകിടം മറിക്കാനും പിഴുതെറിയാനും പുതുക്കിപ്പണിയാനുമാണ് നിങ്ങളെ ലോകത്തിലേക്ക് വിട്ടേക്കുന്നത്, അല്ലാതെ കൊന്നുകളയാനല്ല. നിർത്തട്ടെ. ജോൺസൺ കരൂർ.